Welcome to 7th unit, P block elements. The unit starts with a quotation. Diversity in chemistry is the hallmark of P block elements, manifested in their ability to react with the elements of S, D, and F blocks, as well as with their own. ഏഴാമത്തെ യൂണിറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പി ബ്ലോക്ക് എലിമെന്റ്സ് ആണ് ഏഴാമത്തെ യൂണിറ്റ്. ഈ യൂണിറ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു കൊട്ടേഷൻ കൊണ്ടാണ്. ഈ കൊട്ടേഷൻ്റെ അർത്ഥം ഇതാണ്: പി ബ്ലോക്ക് എലിമെന്റ്സിൻ്റെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അതിന് എസ്, ഡി, എഫ് തുടങ്ങിയ ഗ്രൂപ്പുകളിലുള്ള മൂലകങ്ങളുമായും അതുപോലെ തന്നെ സ്വന്തം ഗ്രൂപ്പിലുള്ള മൂലകങ്ങളുമായും പ്രവർത്തിക്കുവാനുള്ള കഴിവാണ്. നമുക്ക് ഈ യൂണിറ്റിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഏഴാമത്തെ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള പീരിയോഡിക് ടേബിളിലെ വ്യത്യസ്ത ഗ്രൂപ്പുകളെ കുറിച്ചാണ്. ഗ്രൂപ്പ് 13 മുതൽ 18 വരെ പി ബ്ലോക്ക് എലിമെന്റ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദീസ് വേരിയസ് ഗ്രൂപ്പ്സ് 13 to 18. ഈ ഗ്രൂപ്പുകളുടെ പ്രത്യേകത നമുക്കറിയാം. ഇതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്, ഔട്ടർ ഇലക്ട്രോണിക് ഓർ വാലൻഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2NP126 ആണ്. NS2NP126 NS2NP126 എന്ന് പറഞ്ഞാൽ NS ബ്ലോക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. പിയിൽ 1 ഇലക്ട്രോൺ മുതൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുന്ന 6 ഇലക്ട്രോൺ വരെ ഉള്ളതാണ് എന്നർത്ഥം. ഓക്കെ, പ്രധാനമായിട്ടും ഈ ബ്ലോക്കിലെ മൂലകങ്ങൾ ആറ്റോമിക് സൈസ്, അതുപോലെ തന്നെ അയണൈസേഷൻ എൻതാൽപ്പി, അതുപോലെ തന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, സിമിലർലി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്നിവയെ പ്രധാനമായിട്ടും എന്നീ ഘടകങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തരം ഘടകങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൂലകങ്ങളാണ് ഈ ഗ്രൂപ്പുകളിലുള്ളത്. ഓക്കെ, മാത്രവുമല്ല ഈ ഗ്രൂപ്പുകളിലെ ആദ്യത്തെ പീരിയഡായ സെക്കൻഡ് പീരിയഡിൽ ഡി ഓർബിറ്റൽസിന്റെ പ്രസൻസ് ഇല്ല എന്നുള്ളതാണ്. ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ സെക്കൻഡ് പീരിയഡ്. മാത്രമല്ല അതിനുശേഷം presence of D or D and F, both the D and F or D only, in heavier elements started from the third period onwards, having significant effects on the properties of these elements. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. സെക്കൻഡ് പീരിയഡിൽ ഡി ഓർബിറ്റൽസ് ഇല്ല, തേർഡ് പീരിയഡ് മുതൽ ഡി ഓർബിറ്റൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിയും എഫും ഉണ്ട് എന്നുള്ള രൂപത്തിൽ ഹെവിയർ എലിമെന്റ്സിൽ. ഇത് ഇവയുടെ സ്വഭാവങ്ങളെ, പ്രോപ്പർട്ടീസിനെ വളരെയധികം ബാധിക്കുന്നതാണ്. സോ യു ഡോണ്ട് ഫോർഗെറ്റ് ദിസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ ദ സെക്കൻഡ് പീരിയഡ് എലമെന്റ്സ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ മനസ്സിൽ വെക്കണം. മാത്രമല്ല പി ബ്ലോക്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ് എല്ലാ തരത്തിലുള്ള മൂലകങ്ങളും നിങ്ങൾക്ക് ഇതിൽ കാണാം എന്നുള്ളതാണ്. പി ബ്ലോക്കിൽ ലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്. മെറ്റൽസ്, മെറ്റലോയിഡ്സ് ആൻഡ് നോൺ മെറ്റൽസ് ആർ പ്രസന്റ് ഇൻ ദിസ് പർട്ടിക്കുലർ ബ്ലോക്ക്. You can see solids, liquid, gases are in this one. Okay, അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ബ്ലോക്കാണ് പി ബ്ലോക്ക് എന്നുള്ളത്. മാത്രമല്ല ഈ ബ്ലോക്കിലെ 13th and 14th ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ച് നമ്മൾ ഇതിന് മുമ്പത്തെ യൂണിറ്റിൽ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള ചാപ്റ്ററുകളിൽ ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബ്ലോക്കിലുള്ള മൂലകങ്ങളെ കുറിച്ച് ഒരു ഏകദേശ ധാരണ നമുക്ക് നേരത്തെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, ഇതാണ് നമ്മൾ ഈ പീരിയോഡിക് ടേബിളിലെ ബ്ലോക്കുകളെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ 2 ഗ്രൂപ്പുകൾ നമ്മൾ എസ് ബ്ലോക്ക് ആയിട്ടും, ഇടയ്ക്ക് നമുക്ക് വരുന്ന തേർഡ് ഗ്രൂപ്പ് മുതൽ 10th ഗ്രൂപ്പ് വരെയുള്ളത് ഡി ബ്ലോക്ക് ആയിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ 10, 11, 12 വരെ വരും. 10 ഗ്രൂപ്പ്സ് അവിടെ ഡി ബ്ലോക്കിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 13th മുതൽ 18th വരെയുള്ള അത് നമ്മൾ പി ബ്ലോക്ക് ആയിട്ടും, പിന്നെ നമ്മളൊരു 2 പീരിയഡ് ഓഫ് എലിമെന്റ്സ് നമ്മൾ എഫ് ബ്ലോക്ക് ആയിട്ടും റെപ്രസെന്റ് ചെയ്ത് നമുക്ക് പീരിയോഡിക് ടേബിളിൽ കാണാവുന്നതാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഇതിന് മുമ്പുള്ള മറ്റ് യൂണിറ്റുകൾ പഠിച്ചതാണ്. ഇതിനെ ബ്രോഡായിട്ട് നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്താൽ ഈ രൂപത്തിലായിരിക്കും നമ്മുടെ പീരിയോഡിക് ടേബിൾ ഉണ്ടാവുക. എസ് ബ്ലോക്ക്, ഡി ബ്ലോക്ക്, പി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. പീരിയോഡിക് ടേബിളിൽ ഇത്രയും ബ്ലോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അതിലുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകളെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി പറയാം. ഫസ്റ്റ്, സെക്കൻഡ് ഗ്രൂപ്പുകൾ എസ് ബ്ലോക്കിലാണ്. 3rd to 12th 10 ഗ്രൂപ്പ്സ് വരുന്നത് ഡി ബ്ലോക്കിലാണ്. 13th to 18th പി ബ്ലോക്കിലാണ്. എഫ് ബ്ലോക്കിൽ 2 പീരിയഡുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
രണ്ട് പീരിയഡുകൾ 4Fഉം 5Fലും ഇലക്ട്രോൺസ് വരുന്ന രണ്ട് പീരിയഡുകളാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞത്. അതൊന്ന് കൺക്ലൂഡ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളാണ് NS2 NP1 to 6 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ളത്. ഈ യൂണിറ്റിൽ, ഈ പർട്ടിക്കുലർ യൂണിറ്റിൽ 7th യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 15, 16, 17, 18 ഗ്രൂപ്പുകളെ കുറിച്ചാണ്. ഓക്കെ, 13 and 14 നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. റൈറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞു മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്. അവയുടെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഈ പി ബ്ലോക്കിൽ ഇങ്ങനെ കാണുന്നത്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെ ഗ്യാസസ് ഉണ്ട്, സോളിഡ്സ് ഉണ്ട്, ബ്രോമിൻ ലിക്വിഡ് ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മൂലകങ്ങൾ ഈ പർട്ടിക്കുലർ ബ്ലോക്കിൽ പ്രസന്റ് ആണ് എന്ന് നമുക്ക് പീരിയോഡിക് ടേബിൾ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നേരെ പോകുന്നത് 15th ഗ്രൂപ്പ് എലിമെന്റ്സിനെ കുറിച്ച് പഠിക്കാനാണ്. 15th ഗ്രൂപ്പ് എലിമെന്റ്സ്. അതിൽ 13th ഗ്രൂപ്പ് നമുക്കറിയാം ബോറോൺ ഫാമിലിയാണ്. ഓക്കെ, 14th ഗ്രൂപ്പ് നമുക്കറിയാം കാർബൺ ഫാമിലിയാണ്. 15th ഗ്രൂപ്പ് എന്ന് പറയുന്നത് നൈട്രജൻ ഫാമിലിയാണ്. ദിസ് ഈസ് നോൺ ആസ് നൈട്രജൻ ഫാമിലി. ഓക്കെ, നൈട്രജൻ ഫാമിലിയിൽ ഏതൊക്കെ മൂലകങ്ങളാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. ഓക്കെ, അപ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. ഓക്കെ, ഇത്രയും മൂലകങ്ങളാണ് നമുക്ക് ഈ പർട്ടിക്കുലർ ഗ്രൂപ്പിൽ 15th ഗ്രൂപ്പിൽ കാണാൻ കഴിയും. റൈറ്റ്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും നൈട്രജൻ എന്നുള്ളത്, നൈട്രജൻ ഈസ് എ ഗ്യാസ്. നൈട്രജൻ ഒരു ഗ്യാസ് ആണ്. റൈറ്റ്. ഇറ്റ് ഈസ് എ നോൺ മെറ്റൽ. റൈറ്റ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. മാത്രമല്ല ഇവിടെ നോൺ മെറ്റൽ ടു മെറ്റലോയിഡ് ടു മെറ്റൽ നമുക്ക് ഈ ഗ്രൂപ്പിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. റൈറ്റ്. നൈട്രജൻ ഈസ് എ നോൺ മെറ്റൽ, ഫോസ്ഫറസ് ഈസ് എ നോൺ മെറ്റൽ, ആർസനിക് ആൻഡ് ആന്റിമണി ആർ മെറ്റലോയിഡ്സ് ആൻഡ് ബിസ്മത്ത് ഈസ് എ ടിപ്പിക്കൽ മെറ്റൽ. അപ്പോൾ ഗ്യാസിനെ കുറിച്ച് പറഞ്ഞു, സോളിഡ്സിനെ കുറിച്ച് പറഞ്ഞു. നൈട്രജൻ ഈസ് എ ഗ്യാസ്, ഫോസ്ഫറസ് ആൻഡ് അതേഴ്സ് ആർ സോളിഡ്സ്. റൈറ്റ്. താഴോട്ട് വരുന്തോറും മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുകയും ബിസ്മത്തിലെത്തുമ്പോൾ അത് മെറ്റലായി മാറുകയും നമുക്ക് കാണാം. നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ആർ നോൺ മെറ്റൽസ്, ആർസനിക് ആൻഡ് ആന്റിമണി ആർ മെറ്റലോയിഡ്സ് ആൻഡ് ബിസ്മത്ത് ഈസ് എ മെറ്റൽ. ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഗ്രൂപ്പിൽ. പല തരത്തിലുള്ള കോമ്പൗണ്ട്സ് നൈട്രജൻ്റെ നമുക്ക് നൈട്രജൻ മോളിക്യൂളായിട്ട് നമുക്കറിയാം. നൈട്രിക് ആസിഡ്, അമോണിയ, ഓക്സോ ആസിഡ്സ് ഒക്കെ നമ്മൾ പലതും കേട്ടു. ഫോസ്ഫറസ് ആണ് വെച്ചാൽ PCl3, PCl5 നമ്മൾ ഇതിന് മുമ്പത്തെ യൂണിറ്റുകൾ നമ്മൾ പഠിച്ചതാണ്. PH3, ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ നൈട്രജന്റെ ഒക്കുറൻസ് കാണപ്പെടുന്നത്, അന്തരീക്ഷത്തിൽ നൈട്രജൻ ഗ്യാസ് ആണ്. 78% ബൈ വോള്യൂം ഓഫ് അറ്റ്മോസ്ഫിയർ കംപ്രൈസ്ഡ് ഓഫ് നൈട്രജൻ. 78% നൈട്രജൻ ആണ്. മോളിക്കുലാർ നൈട്രജൻ ആണ്, N2 ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ വ്യത്യസ്ത പെർസെൻറ്റേജസ്. ഏതാണ്ട് 21% ഓക്സിജൻ ആണ്, 0.9% ആർഗൺ ആണ്, 0.0416%. അത്രയും ചെറിയ എമൗണ്ടേ നമുക്ക് എന്തുള്ളൂ, നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ വ്യത്യസ്ത ശതമാനങ്ങളെ കുറിച്ച് നമുക്ക് ഏകദേശമായ ഒരു ധാരണയുണ്ട്. അപ്പോൾ നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ 78% ഉണ്ട്. ഇനി നമുക്ക് എർത്ത് ക്രസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഇത് കാണപ്പെടുന്ന രൂപങ്ങളാണ് അതിൻ്റെ കോമ്പൗണ്ട് ആയിട്ടുള്ള നൈട്രേറ്റുകളായിട്ട്. സോഡിയം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്, ഈ രൂപത്തിൽ നമുക്ക് ഈ കോമ്പൗണ്ടുകളെ പറയാൻ പറ്റും. സോഡിയം നൈട്രേറ്റ് NaNO3, പൊട്ടാസ്യം നൈട്രേറ്റ് KNO3. സോഡിയം നൈട്രേറ്റിനെ സോഡിയം നൈട്രേറ്റിനെ ചിലി സോൾട്ട് പീറ്റർ എന്നും പൊട്ടാസ്യം നൈട്രേറ്റിനെ ഇന്ത്യൻ സോൾട്ട് പീറ്റർ എന്നും സാധാരണ നമ്മൾ വിളിക്കാറുണ്ട്. ചിലി സോൾട്ട് പീറ്റർ ആൻഡ് ഇന്ത്യൻ സോൾട്ട് പീറ്റർ. റൈറ്റ്. സോഡിയം നൈട്രേറ്റ് ആണ് ചിലി സോൾട്ട് പീറ്റർ, പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് ഇന്ത്യൻ സോൾട്ട് പീറ്റർ. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, നമുക്ക് പ്ലാന്റ്സിലും അനിമൽസിലും എല്ലാം പ്രോട്ടീൻസിലും ഈ നൈട്രജൻ നമുക്ക് കാണാൻ പറ്റും. സോ പ്രോട്ടീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഈസ് വൺ ഓഫ് ദ സോഴ്സ് ഓഫ് നൈട്രജൻ. ഓക്കെ, ഇതാണ് നൈട്രജനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഒക്കുറൻസ്. റൈറ്റ്. ഇനി ഫോസ്ഫറസിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോസ്ഫറസ് പ്രധാനമായിട്ടും മിനറൽസ് ആയിട്ട് ആപ്പറ്റൈറ്റ് ഫാമിലി എന്ന് പറയും. ആപ്പറ്റൈറ്റ് ഫാമിലി, APATIT, ആപ്പറ്റൈറ്റ് ഫാമിലി. ഫ്ലുവോറാപ്പറ്റൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. ഫ്ലുവോറാപ്പറ്റൈറ്റ്. ഓക്കെ, Ca3PO4 twice CaX2 എന്ന് നമുക്ക് പൊതുവായിട്ട് പറയാം. Ca3PO4 twice CaX2. ഈ Ca3PO4 twice എന്നുള്ളത് 3 times വരുമ്പോഴാണ് 3Ca3PO4 twice എന്ന് എഴുതുമ്പോഴാണ് Ca9PO4 6 times CaX2 എന്ന് എഴുതുന്നത്. X എന്നുള്ള ഫ്ലോറിൻ, ക്ലോറിൻ, OH തുടങ്ങിയതൊക്കെ ആവാം. ഓക്കെ,
റൈറ്റ്. ഇപ്പോൾ ഫ്ലൂറാപ്പറ്റൈറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ CaF2 എന്ന് എഴുതിയാൽ ഫ്ലൂറാപ്പറ്റൈറ്റ് ആയി. ഓക്കെ, 3Ca3PO4 ട്വൈസ് ആണ് നമ്മൾ Ca9PO4 6 ടൈംസ് എന്ന് എഴുതിയിട്ടുള്ളത്. Ca3PO4 ട്വൈസ് ആണ് കാൽസ്യം ഫോസ്ഫേറ്റ്. ഓക്കെ, അതിനോടൊപ്പം കാൽസ്യം ഫ്ലൂറൈഡും കൂടി ചേരുമ്പോഴാണ് നമ്മളത് ഫ്ലൂറാപ്പറ്റൈറ്റ് ആയിട്ട് പറയുന്നത്. ഇത് സാധാരണ ഫോസ്ഫേറ്റ് റോക്സിലാണ് സാധാരണ കാണാറുള്ളത്, ഫോസ്ഫേറ്റ് റോക്സിൽ. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇത് കോമ്പൗണ്ട്സ് ആയിട്ട് അപ്പറ്റൈറ്റ് ഫാമിലിയിൽ കാണുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ നമുക്കറിയാം ജീവികളുടെ ബോത്ത് ആനിമൽസ് ആൻഡ് പ്ലാന്റ് മാറ്ററിൽ ഇഷ്ടംപോലെ ഫോസ്ഫറസ് ഉണ്ട്. പ്രത്യേകിച്ച് ആനിമൽസിലൊക്കെ നമുക്കറിയാമല്ലോ, എല്ലുകളിലൊക്കെ ഫോസ്ഫറസിന്റെ കണ്ടന്റ് ഇഷ്ടംപോലെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഫോസ്ഫോ പ്രോട്ടീൻസ് ലൈക്ക് ദാറ്റ് പ്രസന്റ് ഇൻ മിൽക്ക് ആൻഡ് എഗ്സ്. അപ്പോൾ അവിടെ ഫോസ്ഫോ പ്രോട്ടീൻസിൽ ഫോസ്ഫറസിനെ കുറിച്ച് നമുക്ക് പ്രസൻസ് പറയാവുന്നതാണ്. ഓക്കെ, ഇനി ആർസനിക്, ആന്റിമണി, ബിസ്മത്ത് എന്ന് പറയുന്നത് ഇതെല്ലാം അതിന്റെ ആർസന സൾഫൈഡ് പോലത്തെ കോമ്പൗണ്ട്സ് ആയിട്ട്, സൾഫൈഡ് മിനറൽസ് ആയിട്ടാണ് സാധാരണ കാണാറുള്ളത്. ഓക്കെ, അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒക്കറൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ സ്ലൈഡിൽ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. 78% ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് കംപ്രൈസ്ഡ് ഓഫ് molecular oxygen, sodium nitrate and potassium nitrate, proteins. Okay, then phosphorus in fluorapatite, phosphoproteins, etc. Then arsenic, antimony and bismuth are present as is sulfides. Right. ഇത് നമ്മൾ ഇതിന്റെ ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടികളിലേക്ക് കിടക്കുകയാണ്. ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടികളിലേക്ക് നൈട്രജനെ കുറിച്ച് നമുക്കറിയാം. നൈട്രജൻ സിംബൽ ഈസ് N, ഫോസ്ഫറസ് P, ആർസനിക് AS, ആന്റിമണി SB. ഓക്കെ, ബിസ്മത്ത് BI. റൈറ്റ്, strontium, bismuth. Atomic numbers 7, 15, 33, 51 and 83. And their general electronic configuration NS2 NP3. NS2 NP3. Right. ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇപ്പം പറഞ്ഞത്. ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് കടക്കുമ്പോൾ നൈട്രജൻ ഈസ് എ ഗ്യാസ്, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത് ആർ സോളിഡ്സ്. ഓക്കെ, and their corresponding isotopes we can see it here. Nitrogen having N14 and N15. Phosphorus 31, arsenic 75, strontium, that is antimony 121, bismuth 209. Right. Then radius, that we will discuss. Then ബാക്കിയുള്ള പോയിന്റുകൾ നമുക്ക് പൊതുവെ നമുക്ക് പറയാവുന്നതാണ്. റൈറ്റ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ ഡിഫറൻസ് നമ്മൾ ഇവിടെ കണ്ടു. All of these particular group having NS2 NP3. So nitrogen 2s2 2p3, phosphorus 3s2 3p3 വാലൻഷ്യൽ കോൺഫിഗറേഷൻസ് ആണ് ഇതിലുള്ളത് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ കോൺഫിഗറേഷൻ പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഓക്കെ, എസ് ഓർബിറ്റൽ ഓഫ് ദീസ് എലിമെന്റ്സ് ആർ കംപ്ലീറ്റ്ലി ഫിൽഡ്. പി ഓർബിറ്റൽസ് ആർ ഹാഫ് ഫിൽഡ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പി ഓർബിറ്റൽസ് ആർ ഹാഫ് ഫിൽഡ്. ഹാഫ് ഫിൽഡ് ആർ മോർ സ്റ്റേബിൾ. ഹാഫ് ഫിൽഡ് ആർ മോർ സ്റ്റേബിൾ. ഓക്കെ, ദാൻ പാർഷ്യലി ഫിൽഡ്. പാർഷ്യലി ഫിൽഡിനേക്കാളും സ്റ്റേബിൾ ആണ് ഹാഫ് ഫിൽഡ് എന്ന് പറയുന്നത്. ദിസ് ഹാവിങ് സം എക്സ്ട്രാ സ്റ്റെബിലിറ്റി. റൈറ്റ്. കഴിഞ്ഞ വർഷത്തെ നമ്മൾ പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ നമ്മൾ ഈ കാര്യം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. റൈറ്റ്. ദെൻ ആറ്റമിക് ആൻഡ് അയണിക് റേഡിയൈ. ആറ്റമിക് അയണിക് റേഡിയനെ കുറിച്ചാണ് അടുത്തത്. ആറ്റമിക് അയണിക് റേഡിയൈ സാധാരണഗതിയിൽ നമുക്ക് കൊവാലന്റ് ആൻഡ് അയണിക് റേഡിയൈ ആയിട്ടാണ് നമ്മൾ പറയുക. ദാറ്റ് ഇൻക്രീസ് ഡൗൺ ടു ദ ഗ്രൂപ്പ്. താഴോട്ട് വരുന്നതോറും അത് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് ഷോൺ ആറ്റമിക് റേഡിയസ് 1.55 angstrom unit, then 1.80, 1.85, like that. It increases down to the group. Right. ഇനി നമ്മളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ we can see that there is a considerable increase in the atomic radius from nitrogen to phosphorus. നൈട്രജനിൽ നിന്ന് ഫോസ്ഫറസിലേക്ക് ഒരു കൺസിഡറബിൾ ഇൻക്രീസ് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആർസനിക് ടു ബിസ്മത്ത് അത്രയും ഇൻക്രീസ് നമുക്ക് ഫീൽ ചെയ്യില്ല. It is because of the presence of D or F orbitals. മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കംപ്ലീറ്റ്ലി ഫിൽഡ് D or F ഓർബിറ്റൽസ് ഇൻ ഹെവിയർ എലിമെന്റ്സ്. അത് ഈ ഫോസ്ഫറസ് മുതൽ നമുക്കത് വ്യത്യാസമല്ല. പക്ഷെ നൈട്രജൻ ടു ഫോസ്ഫറസ് ഒരു ബിഗ് ജമ്പ് നമുക്ക് ബാക്കിയുള്ളതുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. റൈറ്റ്. അതിന് കാരണം നൈട്രജനിൽ D ഓർബിറ്റൽ ഇല്ല എന്നുള്ളതും ഫോസ്ഫറസ് മുതൽ അതിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് D അല്ലെങ്കിൽ F ഓർബിറ്റൽസ് ഉണ്ട് എന്നുള്ളതുമാണ്. റൈറ്റ്. ദെൻ അയണൈസേഷൻ എൻതാൽപ്പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി താഴോട്ട് വരുന്നതോറും ഡിക്രീസസ് ഡൗൺ ടു ദ ഗ്രൂപ്പ്. താഴോട്ട് വരുന്നതോറും കുറഞ്ഞു വരികയാണ് കാരണം. ഓക്കെ, അതിന് കാരണം സൈസ് കൂടി വരുന്നു എന്നുള്ളതാണ്. ഡ്യൂ ടു ദ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ സൈസ് കൂടുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി സ്വാഭാവികമായിട്ടും എന്താവും, കുറഞ്ഞു വരും. ഓക്കെ, മാത്രമല്ല അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ നമ്മൾ കോൺഫിഗറേഷൻ പറഞ്ഞു, ഡ്യൂ ടു ദ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഇൻ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് സ്മോളർ സൈസ്
ionization enthalpy of group 15 are greater than that of 14. 14 കമ്പയർ ചെയ്യുമ്പോൾ 14ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 15ാമത്തെ ഗ്രൂപ്പിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഹാഫ് ഫിൽഡ് ഓർബിറ്റലാണ് പി ഉള്ളത്. ഹാഫ് ഫിൽഡ് NS2 NP3. NP3 എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് എന്ന് പറയുന്നത് എക്സ്ട്രാ സ്റ്റേബിൾ മാത്രവുമല്ല ചെറുതുമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇലക്ട്രോണിക് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ പ്രീവിയസ് ഗ്രൂപ്പ് 14th ഗ്രൂപ്പ് 14ാമത്തെ ഗ്രൂപ്പിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇറ്റ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ദ 14th ഗ്രൂപ്പ് എലിമെന്റ്സ്. അത് മറക്കരുത് ഈ കാര്യം. റൈറ്റ്. നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ടെൻഡൻസി ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. Electronegativity decreases down to the group due to increase in the atomic size. Atomic size കൂടുന്നത് കൊണ്ട് electronegativity കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. It is very important to remember. Okay. Among the heavier elements, the difference is not much pronounced. താഴോട്ട് വരുന്നതോടെ കൂടുന്നു എന്നുള്ളതുകൊണ്ട് കൂടി വരുന്നു എന്ന് വിചാരിക്കരുത്. ഹെവിയർ എലിമെന്റ്സിൽ അത് അത്ര ഫീൽ ചെയ്യണം എന്നില്ല. മാത്രമല്ല താഴോട്ട് വരുന്നതോറും മെറ്റാലിക് ക്യാരക്ടറാണ് കൂടി വരുന്നതെന്ന് നമുക്ക് അറിയാവുന്നതുമാണ്. ഇത്രയുമാണ് പ്രധാനമായിട്ട് ഇവയുടെ പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുള്ളത്. ഇലക്ട്രോനെഗറ്റിവിറ്റി പറഞ്ഞു, ഡിക്രീസസ് ഡൗൺ ടു ദ ഗ്രൂപ്പ്. അയണൈസേഷൻ എൻതാൽപ്പി ആൾസോ ഡിക്രീസസ് ഡൗൺ ടു ദ ഗ്രൂപ്പ്. ഇനി ഡിക്രീസ് ചെയ്യുന്നത് ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസസ് ഡൗൺ ടു ദ ഗ്രൂപ്പ്. ഓക്കെ, ഇനി ഇൻക്രീസ് പറയുമ്പോൾ അറ്റോമിക് റേഡിയ ഇൻക്രീസസ് ഡൗൺ ടു ദ ഗ്രൂപ്പ്. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് ഡൗൺ ടു ദ ഗ്രൂപ്പ്. റൈറ്റ്. നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് കിടക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ all these are polyatomic in nature. N2, P4 like that. All these are polyatomic in nature. നൈട്രജന്റെ കേസ് നമുക്ക് N2 നമുക്കറിയാലോ, അത് ഡയോറ്റോമിക് ആണ്, അത് ഡയാറ്റോമിക് ഗ്യാസ് ആണ്. അതെ, ബാക്കിയുള്ള എല്ലാം സോളിഡ്സ് ആണ്. ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത് ഓൾ ആർ സോളിഡ്സ്. നൈട്രജൻ മാത്രമേ നമുക്കതിൽ ഗ്യാസ് ആയിട്ട് പറയാനുള്ളൂ. മനസ്സിലായല്ലോ. മെറ്റാലിക് ക്യാരക്ടർ കൂടി വരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ആർ non-metals, then other two are metalloids, and last one bismuth is a metal. Bismuth ഒരു മെറ്റലുമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കാരണം നമ്മൾ ഈ സൈസ് പറഞ്ഞു, അയണൈസേഷൻ എൻതാൽപ്പി പറഞ്ഞു, ഇങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ട് അത് താഴോട്ട് വരുന്നതോറും മെറ്റാലിക് ക്യാരക്ടർ കൂടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതിന്റെ അല്ലോട്രോപ്പിയെ കുറിച്ച് പറഞ്ഞാൽ, വാട്ട് ആർ അല്ലോട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്ത ഫിസിക്കൽ ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അല്ലോട്രോപ്സിന്റെ പ്രത്യേകത. ദേ ക്യാൻ എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് ഫിസിക്കൽ ഫോംസ്. Their chemical properties are same except nitrogen. All elements show allotropy. മറക്കരുത്, except nitrogen. All elements show allotropic forms. Okay, phosphorus in white ഉണ്ട്, red ഉണ്ട്, black ഉണ്ട്, arsenic, antimony and bismuth, all these having this one. Okay, right. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് അല്ലോട്രോപ്സിനെ കുറിച്ച് ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റും കെമിക്കൽ റിയാക്ടിവിറ്റിയുമായിട്ടുള്ള ട്രെൻഡ് എന്ന് പറയുന്നത്. So let us see what are the common oxidation states of these elements. The common oxidation states are -3, +3 and +5. -3, +3 and +5. Actually, you remember that the tendency to exhibit -3 and +5 having the same tendency down to the group. -3ക്കും +5നും താഴോട്ട് വരുന്നതോറും കുറയുന്ന ടെൻഡൻസിയാണ് ഉള്ളത്. ഇതിന് രണ്ട് കാരണമാണ്, പക്ഷേ ടെൻഡൻസി സെയിം ആണ്. The tendency to exhibit -3 oxidation state decreases down to the group is due to the increase in size and metallic character of elements in this group. -3 oxidation state താഴോട്ട് വരുന്നതോറും കുറഞ്ഞു വരുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് അതിന്റെ സൈസ് കൂടി വരുന്നതും മെറ്റാലിക് ക്യാരക്ടർ കൂടി വരുന്നതായിട്ടുള്ളതാണ്. That is the reason behind -3. ബിസ്മത്ത് നമുക്കറിയാം, ബിസ്മത്ത് ഒരു മെറ്റലാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാർഡ്ലി ഫോംസ് ഇൻ കോമ്പൗണ്ട് ഇൻ -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാൻ അതിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. മെറ്റൽസ് യൂഷ്വലി ലൂസ് ഇലക്ട്രോൺസ് വൈൽ മേക്കിംഗ് ബോണ്ട്സ് വിത്ത് അതർ എലിമെന്റ്സ്. ഇലക്ട്രോ നെഗറ്റീവ് എന്നുള്ളതിനേക്കാളും ഇലക്ട്രോ പോസിറ്റീവ് എന്നുള്ള നേച്ചർ ആണല്ലോ മെറ്റൽസ് കാണിക്കുക. അതുകൊണ്ട് അപ്പോൾ -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് താഴോട്ട് വരുന്നതോറും കുറഞ്ഞു വരുന്നു. +5 ഓക്സിഡേഷൻ സ്റ്റേറ്റിനും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇറ്റ് ഡിക്രീസസ് ഡൗൺ ടു ദ ഗ്രൂപ്പ്. പക്ഷേ റീസൺ വേറെയാണ്. എന്താണ് റീസൺ? ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇനേർട്ട് പെയർ ഇഫക്റ്റ് ആയിട്ടാണ് പറയുക. ഇറ്റ് ഈസ് ഡ്യൂ ടു ഇനേർട്ട് പെയർ ഇഫക്റ്റ്. വാട്ട് ഈസ് ഇനേർട്ട് പെയർ ഇഫക്റ്റ്? ഇനേർട്ട് പെയർ ഇഫക്റ്റ് എന്ന് പറയുന്നത് റിലക്റ്റൻസ് ഓഫ് s ഇലക്ട്രോൺസ് ടു ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ.
എസ് ഇലക്ട്രോൺസ്. ഇവിടെ എസ് ഇലക്ട്രോൺ ഏതാണ്? NS2 NP3 എസ് ഇലക്ട്രോൺ ആണ്. NS2. അപ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ട്, അതാണ് ഇനേർട്ട് പെയർ. ഈ 2 ഇലക്ട്രോണിന് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാനുള്ള താല്പര്യമില്ലായ്മ, റിലക്റ്റൻസ് ഓഫ് എസ് ഇലക്ട്രോൺ ടു ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ ഈസ് ഇനേർട്ട് പെയർ ഇഫക്റ്റ്. അപ്പോൾ താഴോട്ട് വരുന്തോറും ആ 2 ഇലക്ട്രോണിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും +5 എന്നുള്ളത് എന്താവും? +3 എന്നാവും. അതായത് താഴോട്ട് വരുന്തോറും +3 ഓക്സിജൻ സ്റ്റേറ്റ് ആണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് മാറുക എന്നർത്ഥം. ഓക്കെ, നമുക്ക് ബിസ്മത്തിന്റെ കേസിൽ പറയുകയാണെന്ന് വെച്ചാൽ ദ ഓൺലി വെൽ ക്യാരക്ടറൈസ്ഡ് ബിസ്മത്ത് +5 കോമ്പൗണ്ട് ഈസ് BiF5. BiF5 ആണ് ഏതാണ്ട് ഒരു നല്ല കോമ്പൗണ്ട് എന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ താഴോട്ട് വരുന്തോറും -3യും +5യും ഓക്സിജൻ സ്റ്റേറ്റ്സിന്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുക, +3യുടെ സ്റ്റെബിലിറ്റി കൂടി വരികയാണ് ചെയ്യുക. 2 കാരണങ്ങളാണ്, പക്ഷെ ഒരേ ട്രെൻഡാണ്. ഇനി നൈട്രജന്റെ കേസിൽ ഈ പറഞ്ഞ ഓക്സിജൻ സ്റ്റേറ്റ്സിന് പുറമെ -3, +3, +5 എന്നിവയ്ക്ക് പുറമെ നമുക്ക് +1, +2, +4 എന്നിവയും കാണും. അപ്പൊ നമുക്ക് നൈട്രജൻ എത്രയായി മൊത്തം? +1, +2, +3, +4, +5 എല്ലാമായി, പിന്നെ -3യുമായി. ഓക്കെ, +1, +2, +4 സാധാരണ ഓക്സിജനുമായിട്ട് ചേരുമ്പോഴാണ് കാണാറുള്ളത് എന്ന് മാത്രമേ പ്രത്യേകത ഉള്ളൂ. ഫോസ്ഫറസിന്റെ കേസിൽ +1ഉം +4ഉം കാണുന്നുണ്ട്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ഓക്സോ ആസിഡ്സ്. റൈറ്റ്, ഇനി നമ്മൾ നൈട്രജന്റെ തന്നെ ഓക്സിജൻ സ്റ്റേറ്റ്സ് ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫ്രം +1 to +4, +1, +2, +3, +4 ഇത്രയും ഓക്സിജൻ സ്റ്റേറ്റ്സ് they have a tendency to disproportionate in acid solution. They have a tendency to disproportionate. What is disproportionation? ഒരേ സമയം അത് ഓക്സിഡേഷനും റിഡക്ഷനും ബാധകമാവുക. ഹയർ ഓക്സിജൻ സ്റ്റേറ്റും ലോവർ ഓക്സിജൻ സ്റ്റേറ്റും തരുന്ന റിയാക്ഷൻ തരിക എന്നർത്ഥം ഇൻ ആസിഡ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ HNO2 കൊടുത്തിട്ടുണ്ട്. HNO2 ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്ത HNO2. അത് HNO3യും NOയുമായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഇസ് എ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഓക്കെ, സോ +1 to +4 ഷോസ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. റൈറ്റ്, ഇത് നമുക്ക് ഫോസ്ഫറസിനും പറയാവുന്നതേ ഉള്ളൂ. In case of phosphorus, nearly all oxidation states between these +5 and -3. All intermediate oxidation states disproportionate into +5 and -3. +5ന്റെയും -3യുടെയും ഇടയ്ക്ക് വരുന്ന എല്ലാ ഓക്സിഡേഷൻ സ്റ്റേറ്റും +5, -3 ആയിട്ട് ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യാനുള്ള കഴിവ് ഫോസ്ഫറസിനുണ്ട്. ആൽക്കലിയിലും ആസിഡിലും അതെ അതുണ്ട്. അപ്പോൾ +5ഉം -3യുമായിട്ടാണ് മാറുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. Okay. However, +3 oxidation state in case of arsenic, antimony and bismuth become increasingly stable. ആ സ്റ്റെബിലിറ്റി നേരത്തെ നമ്മൾ പറഞ്ഞു. With respect to disproportionation also that becomes stable. അപ്പോൾ ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ടെൻഡൻസി പറയുമ്പോൾ ഈ ഡിസ്പ്രപ്പോർഷനേഷനും കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി നമ്മൾ നൈട്രജന്റെ കേസ് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈട്രജന്റെ വാലൻസി എന്ന് പറയുന്നത്, ഇപ്പോൾ മാക്സിമം കൊവാലൻസി എന്ന് പറയുന്നത് 4 ആണ്. Its maximum covalency is 4. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ആബ്സെൻസ് ഓഫ് d orbitals. ഓക്കെ, എന്നാൽ ഹെവിയർ എലിമെന്റ്സിലേക്ക് പോകുമ്പോൾ ഈ d orbitals ഉണ്ട്. They have vacant d orbitals in their outermost shell. Because nitrogen, nitrogen is in the second period. There is no d orbital. It cannot expand its covalency beyond 4. That having only s orbital and p orbital. എസും പിയേ ഉള്ളൂ. എസിൽ ഒരു ഓർബിറ്റിലും പിയിൽ 3 ഓർബിറ്റിലും മാക്സിമം 4 ആണ്. അതുകൊണ്ടാണ് ഇറ്റ്സ് മാക്സിമം കൊവാലൻസി ലിമിറ്റഡ് ടു 4 എന്ന് പറയുന്നത്. എന്നാൽ നൈട്രജന് ശേഷം വരുന്ന ആ ഗ്രൂപ്പിലെ മൂലകങ്ങളിലെല്ലാം d ഓർബിറ്റൽസ് ഉള്ളത് കൊണ്ട് d ഓർബിറ്റൽസിലേക്കും കൂടി ഇതിന്റെ വാലൻസി എക്സ്പാൻഡ് ചെയ്യാം. ഹെൻസ് ദേ ക്യാൻ എക്സ്പാൻഡ് ദെയർ കൊവാലൻസി ബിയോണ്ട് 4 ലൈക്ക് PF6-, PF6-, PF6. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ആബ്സെൻസ് ഓഫ് d ഓർബിറ്റൽ എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തിരിക്കും. റൈറ്റ്, നെക്സ്റ്റ് നൈട്രജൻ ഹാവിങ് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ്. നൈട്രജന് പ്രത്യേക പ്രോപ്പർട്ടീസ് ഉണ്ട്. അതാണ് നമ്മൾ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രജൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. നൈട്രജൻ പലതുകൊണ്ടും ഇവിടെ വ്യത്യാസമുള്ളതാണ്. ഡ്യൂ ടു സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹൈ അയണൈസേഷൻ എൻതാൽപ്പി, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ നോൺ അവൈലബിലിറ്റി ഓഫ് d ഓർബിറ്റൽ. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നൈട്രജൻ ഹാവിങ് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ്. നൈട്രജനെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നൈട്രജൻ N2 ദാറ്റ് ഈസ് വെരി ഇനേർട്ട് അല്ലേ? അറ്റ്മോസ്ഫിയറിൽ ഏതാണ്ട് 78% നൈട്രജൻ ആണ്. ഇനേർട്ട് ആയതുകൊണ്ടാണ് നൈട്രജൻ ഇത്രയും അധികം ശതമാനം നമുക്ക് കാണുന്നത് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഹാവിങ് എ യുണീക്ക് എബിലിറ്റി ടു ഫോം p-pi bonds.
പി അതായത് പി ഓർബിറ്റൽസ് വേറെ പി ഓർബിറ്റൽസുമായിട്ട് പൈ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. സിഗ്മ പൈ ബോണ്ടിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇത് സ്ട്രോങ്ങുമാണ് എന്നർത്ഥം. ഓക്കെ, നൈട്രജനിൽ നമുക്കറിയാലോ N ട്രിപ്പിൾ ബോണ്ട് N. There are 2 p-pi bonds. There are 2 p-pi bonds. പക്ഷേ മറ്റു മൂലകങ്ങൾക്ക്, ഈ ഗ്രൂപ്പിലുള്ള മറ്റു മൂലകങ്ങൾക്ക് ഈ p-pi ബോണ്ട്സ് കാണിക്കാനുള്ള കഴിവ് കുറവാണ്. Other elements of the group do not form these p-pi because their atomic orbitals are large and diffuse, so they cannot overlap. They cannot give effective overlapping. So they cannot form p-pi bonds. They can form d-pi, no problem. പക്ഷെ nitrogen cannot form d-pi. Why? Because there is no d orbital. അവിടെ d orbital ഇല്ല. അതുകൊണ്ട് നൈട്രജനിൽ ഈ d-pi കാണുന്നില്ല. അതേപോലെ d-pi കാണുന്നില്ല. ഓക്കെ, ഇപ്പൊ d orbital ഇല്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമുക്ക് പറയേണ്ടത്. സോ നൈട്രജൻ cannot form what R3p double bond O type compounds or R3p double bond CH2 type compounds. റൈറ്റ്, അത് നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. റൈറ്റ്, പിന്നെ നമ്മളിവിടെ വേറെ ഒന്ന് രണ്ട് നൈട്രജന്റെ മറ്റ് പ്രത്യേകതകളും കൂടി പറയണം. നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു, N ട്രിപ്പിൾ ബോണ്ട് N. ഓക്കെ, ഇതിന്റെ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഇറ്റ് ഈസ് വെരി സ്ട്രോങ് ഇൻ നേച്ചർ. അബൌട്ട് 941.4 കിലോ ജൂൾസ് ഓഫ് എനർജി ഈസ് റിക്വയർഡ് ടു ബ്രേക്ക് ദിസ് ബോണ്ട്. ഇറ്റ് ഈസ് ക്വൈറ്റ് ഹൈ. ഇത് വളരെ ഹൈ ആണ്. On the contrary, phosphorus, arsenic and antimony form only single bonds. PP single bond, AS single bond, SB single bond, etc. Bismuthലാണ് വെച്ചാൽ അത് മെറ്റാലിക് ബോണ്ട് ആണ്. Bismuth is metal, so it can form metallic bond in the elemental state. മനസ്സിലായില്ലേ? അപ്പോൾ N triple bond N is very strong. That is why it exists in 78%. It is very strong. പക്ഷേ NN single bond പരിഗണിച്ചാൽ, if you consider NN single bond മാത്രം എടുക്കുകയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വീക്കർ ദാൻ PP സിംഗിൾ ബോണ്ട്സ്. ഈ PP സിംഗിൾ ബോണ്ടിനേക്കാളും വീക്കാണ് NN സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത്. അതിന് കാരണം നൈട്രജൻ സിംഗിൾ ബോണ്ട് ആണ് എങ്കിൽ അതിൽ ഇലക്ട്രോൺ റിപ്പൽഷൻ ഉണ്ടായിരിക്കും. ബിക്കോസ് ദേ ആർ സ്മോൾ ആറ്റംസ്, ചെറിയ ആറ്റങ്ങളല്ലേ. അപ്പോൾ രണ്ട് നൈട്രജനും തമ്മിൽ നല്ല റിപ്പൽഷൻ വരാൻ സാധ്യതയുള്ളത്. NN സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അത് വീക്കാണ്. പക്ഷേ ഹിയർ ഇറ്റ് ഈസ് ട്രിപ്പിൾ ബോണ്ട്. ഇവിടെ അത് ട്രിപ്പിൾ ബോണ്ട് ആണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് പിന്നെ ഡി ഓർബിറ്റൽസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ d-pi ബോണ്ട് അല്ലെങ്കിൽ d-pi ബോണ്ട് ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ മറ്റുള്ള മൂലകങ്ങൾ, ഇപ്പോൾ ഫോസ്ഫറസ് നമ്മൾ കണ്ടു R3p ഡബിൾ ബോണ്ട് O, ഓക്കെ, അല്ലെങ്കിൽ R3p ഡബിൾ ബോണ്ട് CH2, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ തരുന്നുണ്ട്. മനസ്സിലാവുണ്ടല്ലോ. അല്ലെങ്കിൽ ഫോസ്ഫറസ് ആൻഡ് ആർസനിക് ക്യാൻ ഫോം d-pi ആൾസോ. ഇറ്റ് ക്യാൻ ഫോം d-pi ആൾസോ. ഇപ്പോൾ R3p ഡബിൾ ബോണ്ട് O d-pi എന്ന് നമുക്ക് പറയാം. പക്ഷേ നമുക്കതിന് d-pi ആയിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്. ദേ ക്യാൻ ഫോം d-pi ബോണ്ട്. റൈറ്റ്, അപ്പോൾ ഇത്തരം ഡിഫറൻസസ് കൊണ്ട് നൈട്രജൻ ഈസ് അനോമലസ് എമംഗ് ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ്. അപ്പോൾ പ്രത്യേകതകൾ ശ്രദ്ധിക്കുക. ഒന്ന്, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ തന്നെയാണ്. രണ്ടാമത്തെ അതിൻ്റെ ഇനേർട്ട് നേച്ചർ, അതിൻ്റെ ബോണ്ട് എൻതാൽപ്പിയാണ്. ഓക്കെ, മൂന്നാമത്തത് ഈ ഡി ഓർബിറ്റൽ ഇല്ലാത്തത് കൊണ്ട് അതിനെന്ത് കഴിയുന്നില്ല, d-pi അല്ലെങ്കിൽ p-pi ബോണ്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ നൈട്രജന്റെ അനോമലസ് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് we are going to see the reactivity towards certain elements. First one is with hydrogen. Group 13 elements form hydrides with hydrogen with the formula EH3. The elements present in that group: nitrogen, phosphorus, arsenic, antimony and bismuth. EH3. അപ്പോൾ NH3 is very well known compound. നമുക്കറിയാം, അമോണിയ എന്ന് നമുക്ക് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ PH3, ASH3, SPH3, BiH3. ഇതിൽ ഇവയുടെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ the stability of these hydrides decreases from NH3 to BiH3. NH3യിൽ നിന്ന് BiH3യിലേക്ക് പോകുന്തോറും സ്റ്റെബിലിറ്റി കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പറയാം. their bond dissociation enthalpies decreases down to the താഴോട്ട് വരുന്നതോറും അത് കുറഞ്ഞു വരുന്നത് കൊണ്ട് ഇതിന്റെ സ്റ്റെബിലിറ്റി കുറയുന്നു, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കുറയുമ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കുറയുന്നു നമുക്ക് അസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ റെഡ്യൂസിങ് ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ദ റെഡ്യൂസിങ് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺ ടു ദ ഗ്രൂപ്പ്. അതായത് സ്റ്റെബിലിറ്റി കുറയുമ്പോൾ ഈ കോമ്പൗണ്ടിൽ എലമെന്റും ഹൈഡ്രജനും തമ്മിലുള്ള
ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും ഹൈഡ്രജൻ തരികയും ചെയ്യും. ഹൈഡ്രജൻ ഒരു നല്ല റെഡ്യൂസിങ് ക്യാരക്ടർ ഉള്ള എലമെന്റ് ആയതുകൊണ്ട് ദാറ്റ് ബിക്കം എ റെഡ്യൂസിങ് ഏജന്റ്. സോ വിച്ച് ഈസ് മോർ റെഡ്യൂസിങ്, ദാറ്റ് ഈസ് down to the group. താഴോട്ട് വരുന്തോറുമാണ് BiH3 is the strongest reducing agent. NH3 is the milder reducing agent among these particular hydrides. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഡിസോസിയേഷൻ എന്താൽപ്പിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാവുന്നതാണ്. ഇനി ബേസിസിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ അമോണിയ ഈസ് എ ബേസിക് കോമ്പൗണ്ട്. അമോണിയ ബേസിക് ആണെന്ന് നമുക്കറിയാം. ആൻഡ് ദ ബേസിസിറ്റി ഡിക്രീസ് ഡൗൺ ടു ദ ഗ്രൂപ്പ്. ബേസിറ്റി കുറഞ്ഞു. അമോണിയ ഇതിൽ എമംഗ് സ്ട്രോങ്സ്റ്റ് ബേസിക് ആയിട്ട് നമുക്ക് പറയാം. റൈറ്റ്. അപ്പോൾ താഴോട്ട് വരുന്നതോറും അത് കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. NH3 is greater than PH3, greater than ASH3, greater than SbH3 and greater than BiH3. So which is a good base here, that is NH3. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹൈഡ്രജനുമായിട്ടുള്ള റിയാക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ജനറൽ ആയിട്ട് അത് EH3 എന്നുള്ള കോമ്പൗണ്ട്സ് ആണ്, ഹൈഡ്രൈഡ്സ് ആണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ആ ഒരു കമ്പാരിസന്റെ സ്ലൈഡാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ബേസിക് സ്ട്രെങ്ത് ദാറ്റ് ഡിക്രീസസ് ഡൗൺ ടു ദ ഗ്രൂപ്പ്, റീസൺ സൈസ് ഓഫ് ദ സെൻട്രൽ ആറ്റം ഇൻക്രീസസ്, ഇലക്ട്രോൺ ഡെൻസിറ്റി ഡിക്രീസസ്. ഓക്കെ, ആൻഡ് സ്റ്റെബിലിറ്റി ഡിക്രീസസ് ഡൗൺ ടു ദ ഗ്രൂപ്പ്, ദ റെഡ്യൂസിങ് ഏജന്റ് ഇൻക്രീസസ്, റെഡ്യൂസിങ് ക്യാരക്ടർ ഇൻക്രീസസ്. Okay, then melting and boiling point. Melting and boiling point increases down to the group. That increases down to the group. ഇത്രയും കാര്യങ്ങളാണ് ഹൈഡ്രൈഡ്സുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഓക്സിജനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വാട്ട് ഈസ് ദ റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഓക്സിജൻ? ഇറ്റ് ക്യാൻ ഫോം 2 types of oxides. 2 type ഓക്സൈഡ്സ് ഫോം ചെയ്യാൻ പറ്റും. E2O3 and E2O5. E2O3 and E2O5. E is the element. അത് എലിമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് 2 കോമ്പൗണ്ട്സ് നമ്മൾ പറയുന്നത് E2O3 and E2O5. 2 തരത്തിലുള്ള ഓക്സൈഡ്സ്. റൈറ്റ്. ഓൾ ദ എലിമെന്റ്സ് ക്യാൻ ഫോം ദീസ് കോമ്പൗണ്ട്സ്. എല്ലാ എലിമെന്റ്സും ഈ കോമ്പൗണ്ട്സ് തരുന്നുണ്ട്. ഓക്കെ, then oxides in the higher oxidation state of this is more acidic. ഇതിൽ ഹയർ ഓക്സിജൻ സ്റ്റേറ്റ് വരുന്നത് കൂടിയ അസിഡിക് ആണ്. അപ്പോൾ ഉദാഹരണത്തിന് വിച്ച് ഈസ് മോർ അസിഡിക് എന്ന് വെച്ചാൽ E2O5 ഈസ് മോർ അസിഡിക് ബിക്കോസ് ദാറ്റ് ഹാവിംഗ് ഹയർ ഓക്സിജൻ സ്റ്റേറ്റ് ദാൻ ലോവർ ഓക്സിജൻ സ്റ്റേറ്റ്. ലോവർ ഓക്സിജൻ സ്റ്റേറ്റിനേക്കാളും ഹയർ ഓക്സിജൻ സ്റ്റേറ്റ് ആണ് അസിഡിക് ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഓക്സൈഡ് എടുത്താൽ E2O3 എടുക്കാൻ വിചാരിക്കുക. E2O3 എടുത്തു കഴിഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ ഡിക്രീസസ് ഡൗൺ ടു ഗ്രൂപ്പ്. താഴോട്ട് വരുന്നതോറും അസിഡിക് ക്യാരക്ടർ കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ മോസ്റ്റ് അസിഡിക് ആയിട്ടുള്ളത് എവിടെയാണ്? മോസ്റ്റ് അസിഡിക് ആയിട്ടുള്ളത് അതിന്റെ ടോപ്പ് മോസ്റ്റ് പോർഷനിലാണ്. അല്ലെങ്കിൽ നമുക്കറിയാലോ എന്താണ്, മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക് എന്നല്ലേ നമ്മൾ സാധാരണ പറയാറുള്ളത്. അപ്പോൾ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആവണല്ലോ അസിഡിക് ആയിട്ടുള്ളത്. അത് ടോപ്പ് എലിമെന്റ്സ് ആണല്ലോ, അല്ലേ? ആ ഗ്രൂപ്പിലെ മുകളിലുള്ള മൂലകങ്ങളാണല്ലോ നോൺ മെറ്റൽസ് ആയിട്ട് പറയുക. സോ അസിഡിക് ക്യാരക്ടർ ഡിക്രീസസ് ഡൗൺ ടു ദ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. The oxide of E2O3 of nitrogen and phosphorus are acidic. Nitrogen and phosphorus acidic ആണ് അതിന്റെ oxides of nitrogen and phosphorus. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ E2O3 എടുത്തു എന്ന് മാത്രം. റൈറ്റ്. താഴോട്ട് വരുന്നതോറും അതെന്തായി? അപ്പോൾ ആർസനിക്കും ആന്റിമണിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആംഫോട്ടറിക് ആയി, ബിസ്മത്ത് ആവുമ്പോൾ അത് ബേസിക് ആയി. ദാറ്റ് ഈസ് പ്രൊഡോമിനന്റ്ലി ബേസിക് ഇൻ നേച്ചർ. ഓക്കെ, ഇത് നമുക്ക് ഓക്സൈഡിന്റെ പൊതുവായിട്ടുള്ള ട്രെൻഡിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. സോ ദർ ആർ 2 types of oxides, E2O3 and E2O5. And the higher oxygen state is more acidic than lower oxygen state. Down to the group, acidity decreases. Then 2 halogens. அடுத்தது halogens. Similarly, it can form 2 types of halides, EX3 and EX5. EX3, EX5 എന്ന് പറഞ്ഞ 2 തരം ഹാലൈഡ്സ് അതിന് ഫോം ചെയ്യാൻ കഴിയും. EX3, EX. E എന്താണ്? ഈ എലമെന്റ് ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. ഓക്കെ, അപ്പോൾ EX3, EX5. ഇതിൽ EX5 എന്നുള്ളത് നൈട്രജൻ ഇല്ല. എന്തായിരിക്കും കാരണം? കാരണം നൈട്രജന് കോവാലൻസി 4ൽ കൂടാൻ പറ്റില്ലല്ലോ, ഡ്യൂ ടു ദ അൺഅവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ, നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ. ഡി ഓർബിറ്റൽ ഇല്ലാത്തതുകൊണ്ട് നൈട്രജന് 4ന്റെ മുകളിൽ ഈ കോവാലൻസി കാണിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. നൈട്രജൻ ഡസ് നോട്ട് ഫോം പെന്റഹാലൈഡ്സ്. വൈ? ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ ദ വാലൻസ്. ഇനി പെന്റഹാലൈഡ്സിന്റെ കേസ് പറയുകയാണെന്ന് വെച്ചാൽ ദേ ആർ മോർ കോവാലന്റ് ദാൻ ട്രൈഹാലൈഡ്സ്. ട്രൈഹാലൈഡ്സിനേക്കാളും കൂടുതൽ കൊവാലന്റ് ആണ് പെന്റാഹാലൈഡ്സ് എന്ന് പറയുന്നത്. ദേ ആർ മോർ കൊവാലന്റ് ദാൻ ട്രൈഹാലൈഡ്സ്. പെന്റാഹാലൈഡ്സ് ആർ മോർ കൊവാലന്റ്. ഓക്കെ, all the trihalides except that of nitrogen, all the trihalides of these elements except those of nitrogen are stable. Nitrogen are stable, right? എല്ലാം ട്രൈഹാലൈഡ്സും എക്സെപ്റ്റ് നൈട്രജൻ ആർ സ്റ്റേബിൾ. Right. In case of nitrogen, NF3 is known to be stable. നൈട്രജന്റെ കേസിൽ NF3 ആണ് സ്റ്റേബിൾ ആയിട്ട് നമുക്ക് പറയാനുള്ളത് നൈട്രജന്റെ കേസിൽ.
നേരത്തെ ഞാൻ പറഞ്ഞു ബാക്കിയുള്ള ഓൾ ട്രൈ ഹാലൈഡ്സ് എക്സെപ്റ്റ് നൈട്രജൻ ആർ സ്റ്റേബിൾ. അപ്പൊ നൈട്രജന്റെ ക്വൈറ്റ് അൺസ്റ്റേബിൾ ആയിരിക്കും. അതിൽ തന്നെ സ്റ്റെബിലിറ്റി ഉള്ളത് NF3. നൈട്രജനേക്കാളും വലിയ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു എലിമെന്റ് നമുക്ക് പറയാവുന്ന NF3. ഓക്കെ, ട്രൈ ഹാലൈഡ്സ് എക്സെപ്റ്റ് BiF3 ആർ കൊവാലന്റ്. ട്രൈ ഹാലൈഡ്സ് എക്സെപ്റ്റ് BiF3 ഒഴികെയുള്ള എല്ലാ ട്രൈ ഹാലൈഡ്സും predominantly covalent in nature. അപ്പൊ 2-3 പോയിന്റുകൾ, 2 തരം ഹാലൈഡ്സ്, അത് EX3, EX5 ആണ്. EX5 എന്നുള്ള കേസ് നൈട്രജനിൽ ഡി ഓർബിറ്റൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. പെന്റ ഹാലൈഡ്സ് സാധാരണഗതിയിൽ ട്രൈ ഹാലൈഡ്സിനേക്കാളും കൂടുതൽ കൊവാലന്റ് ആണ്. ഓക്കെ, പിന്നെ ട്രൈ ഹാലൈഡ്സ് എക്സെപ്റ്റ് ഓഫ് നൈട്രജൻ ആർ സ്റ്റേബിൾ. നൈട്രജന്റെ കേസിൽ അത് NF3 ആണ് സ്റ്റേബിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, BiF3 അല്ലാത്തതെല്ലാം പ്രധാനമായിട്ടും എന്താണ്, കൊവാലന്റ് ആണ് എന്നും നമുക്ക് പറയാം. റൈറ്റ്. ഇനി മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഓൾ ദീസ് എലിമെന്റ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ് ടു ഫോം ദെയർ കോമ്പൗണ്ട്സ് വിത്ത് -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മെറ്റൽസുമായിട്ട്, കാരണം മെറ്റൽസ് പ്ലസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് പ്രധാനമായിട്ടും തരാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മൂലകങ്ങൾ -3 പോകും, നമുക്കറിയാം. അതിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാവുന്നത് Ca3N2, കാൽസ്യം നൈട്രേറ്റ്, കാൽസ്യം ഫോസ്ഫൈഡ്, സോഡിയം ആർസിനൈഡ്, സിങ്ക് ആന്റിമോണൈഡ്, മാഗ്നീഷ്യം ബിസ്മുത്തൈഡ്. ഇവിടെയൊക്കെ നമുക്ക് മെറ്റൽസിന്റെ കേസിൽ -3 ഓക്സിജൻ സ്റ്റേറ്റ് ആണ് നമുക്ക്. സോ ദേ ഫോം കോമ്പൗണ്ട്സ് വിത്ത് മെറ്റൽസ് വിത്ത് ദെയർ ബൈനറി കോമ്പൗണ്ട്സ് എക്സിബിറ്റിംഗ് -3 ഓക്സിജൻ സ്റ്റേറ്റ്. മെറ്റൽസ് എപ്പോഴും പ്ലസ് ഓക്സിജൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് നൈട്രജൻ അല്ലെങ്കിൽ ഫോസ്ഫറസ് അല്ലെങ്കിൽ ആർസനിക്, ആന്റിമണി, ബിസ്മത്ത് തുടങ്ങിയതെല്ലാം -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും കാണിക്കുക എന്ന് നമുക്ക് ഈ എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞു മെറ്റൽസ് സാധാരണ ഇലക്ട്രോ പോസിറ്റീവ് ആയതുകൊണ്ട് ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക. പ്ലസ് ഓക്സിജൻ സ്റ്റേറ്റിലേക്കാണ് അവ പ്രധാനമായിട്ടും മൂവ് ചെയ്യുക. അപ്പോൾ ഈ എലിമെന്റ്സ്, ഈ ഗ്രൂപ്പിലെ മൂലകങ്ങൾ -3 ഓക്സിജൻ സ്റ്റേറ്റിലാണ് സീക്വൻസ് ചെയ്യാൻ ശ്രമിക്കുക. സോ ദാറ്റ് ഈസ് വെരി ക്ലിയർ ഇൻ ദീസ് കേസസ്. കാൽസ്യം നൈട്രേറ്റ്, കാൽസ്യം ഫോസ്ഫൈഡ്, സോഡിയം ആർസിനൈഡ്, zinc antimonide, magnesium bismuthide are examples for these compounds with metals. Okay.